രൗദ്രതാണ്ഡവം. രചന അവതരണം നന്ദു കൃഷ്ണ. എന്തൊരു ഉപ്പാടി ഇത്! ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണോ നീ ഈ വയ്യാത്ത കയ്യും കാലും വെച്ച് അകത്ത് കയറിയത്? ആദ്യത്തെ കഷ്ണം ദോശയെടുത്ത് വായിലേക്ക് വെച്ചതും ഉപ്പും മാത്രം നാവിലറിഞ്ഞവൻ പുറത്തേക്ക് തുപ്പുകയും ചെയ്തു. ഒപ്പം വായിൽ വന്നതൊക്കെ വിളിച്ചു പറയുകയും ചെയ്തു. സത്യം പറയടി, എന്നോടുള്ള വാശിക്ക് നീ എനിക്ക് വേണ്ടി മാത്രം ഇത്രയും ഉപ്പിട്ട് കൂട്ടിയതല്ലേ? ശരിക്കും പറഞ്ഞാൽ മനഃപൂർവ്വം ആലോചിച്ചുറപ്പിച്ചൊന്നും പറഞ്ഞതല്ല. പക്ഷെ അറിയാതെയാണെങ്കിലും നാവിൽ നിന്ന് വീണത് അങ്ങനെയൊക്കെയാണ്. ഒപ്പം കഴിച്ചുകൊണ്ടിരുന്ന ആഹാരത്തിന് മുന്നിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയും ചെയ്തു. പിന്നെ ഒരൊറ്റ ചാട്ടമായിരുന്നു. അതുവരെ തന്നെ നോക്കി ചിരിച്ചില്ലെങ്കിലും സമാധാനത്തോടെ ഇരുന്നവന്റെ ഒച്ചപ്പാടിൽ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകും എന്ന രീതിയിൽ അവള് ഭയന്നു വിറച്ചു. സത്യം പറഞ്ഞാൽ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് ഇന്ന് അത്രയും ശ്രദ്ധിച്ചാണ് അവൾ ഓരോന്നും ചെയ്തത്. ഒന്നാമത് അമ്മയില്ലെങ്കിലും അവന് നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ആഗ്രഹം. പിന്നെന്തോ അവൻ ഇഷ്ടത്തോടെ ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ അത്രയും ആഗ്രഹം തിങ്ങി നിറഞ്ഞിരുന്നു അവളുടെ മനസ്സിലും. അതാണ് ഇപ്പോൾ ഈ നേരം കൊണ്ട് ഇങ്ങനെയൊക്കെയായി കിടക്കുന്നത്. നിലത്തേക്ക് ചിന്നിച്ചിതറിപ്പോയ ദോശയും ചമ്മന്തിയും കണ്ടവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. തന്നെ ഒന്നും നോക്കാതെ പോലും കണ്ണ് നിറഞ്ഞൊഴുകുന്നവളുടെ നോട്ടം നിലത്ത് പരന്നു കിടക്കുന്ന ദോശയിലേക്കാണെന്ന് കണ്ടതും വംശി അറിയാതെ നാക്ക് കടിച്ചുപോയി. നേര് പറഞ്ഞാൽ ഏതോ ഒരു ഉപ്പുകല്ലിലേക്കാണ് ആദ്യത്തെ കഷ്ണത്തിൽ നിന്നും ചവച്ചരച്ചത്. നാവിനാകെ ആ ഉപ്പ് കലർന്നതും ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞതാണ്. പക്ഷെ താൻ പറഞ്ഞതൊക്കെ ഹൃദയത്തിലേറ്റി ഒരുവളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നെന്ന് കണ്ടപ്പോഴാണ് അതുവരെ ഇല്ലാതിരുന്ന ഒരു പിടച്ചിൽ വംശിക്കും തോന്നിയത്. ഒന്നാമത് അവൾക്ക് വയ്യ. എന്നിട്ടും അവൾ അടുക്കളയിൽ കയറിയെങ്കിൽ അത് തനിക്ക് വേണ്ടി മാത്രമാണ്. ചെയ്തു പോയ പ്രവൃത്തി ആലോചിച്ചത് വംശി ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് നെറ്റി ആകെയൊന്ന് തടവി. അടുക്കളവാതിൽ നിന്നും ഒരു സ്റ്റെപ്പ് പോലും മുന്നിലേക്ക് വെക്കാതെ തല കുമ്പിട്ട് നിൽക്കുന്നവളെ ഒന്ന് നോക്കി. ധാത്രി, ധാത്രി! താൻ അത്രയും അടുത്ത് ചെന്ന് വിളിച്ചിട്ടും മുഖത്തേക്ക് നോക്കാത്തവളുടെ താടിത്തുമ്പിൽ ബലത്തിൽ പിടിച്ചുയർത്തിയവൻ തന്റെ നേരെയാക്കിയെങ്കിലും ആ മിഴികൾ അടഞ്ഞു തന്നെ കിടന്നു. ഇടി, അത് പിന്നെ ഉപ്പ് കടിച്ചപ്പോൾ. പിന്നെന്താണ് പറയേണ്ടതെന്നറിയാതെ അവൻ വാക്കുകൾക്കായി പരതി. സോറി. ഇക്കണ്ട ബഹളം മൊത്തം താനാണ് ഉണ്ടാക്കിയത്. എന്നിട്ടും ആ വിറച്ച ചുണ്ടുകൾ തന്നോട് സോറി പറഞ്ഞു എന്ന് കണ്ടതും വംശി അങ്ങ് വല്ലാതെയായി. സ്വയം തന്നോട് തന്നെ അത്രയ്ക്കും ദേഷ്യം വന്നു. നീ എന്തിനാ സോറി പറയുന്നത്? ഞാനല്ലേ? പറയുന്നതിനൊപ്പം തന്നെ അവൻ ആ കവിൾത്തടത്തിലേക്ക് കൈവച്ചതും അവളുടെ ഇമകൾ വിറച്ചു. ധാത്രി! ഒരു നിമിഷം അവന്റെ കണ്ണുകൾ ആ മുഖത്തേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയി. അതിന്റെയാകാം ഇത്തവണ അവളെ വിളിക്കുമ്പോൾ ആ ശബ്ദവും വിറച്ചിരുന്നു. ഞാൻ ഞാൻ വേറെ ഉണ്ടാക്കിത്തരാം. അവന്റെ കൈ തട്ടിമാറ്റി അവൾ പിന്തിരിഞ്ഞതും അവന്റെ കൈക്കുള്ളിൽ തന്നെ അവൾ ഒതുങ്ങിപ്പോയി. വിച്ചേട്ട, ഇപ്പോ മതി. എണ്ണിപ്പറക്കി പറയാൻ നിൽക്കണ്ട. ആദ്യം ഇത് പറ, ദോശമാവ് വേറെ ഇരിപ്പുണ്ടോ? അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ അവന്റെ ഒരു കൈക്കുള്ളിൽ നിന്നവൾ അറിയാതെ തന്നെ തലയാട്ടി. എങ്കിലൊരു കാര്യം ചെയ്. പറയുന്നതിനൊപ്പം തന്നെ അവൻ അവളെ ഉയർത്തി പാതകത്തിലേക്ക് ഇരുത്തിയിരുന്നു. വിച്ചേട്ടാ! പെട്ടെന്ന് അവന്റെ കയ്യിൽ പൊങ്ങിയതും പെണ്ണ് ഇരു ഷോൾഡറിലും അമർത്തി പിടിച്ചു. നിന്നെ ഞാൻ വീഴ്ത്തുവോടി? ചോദിക്കുന്നതിനൊപ്പം തന്നെ അവൻ ഗ്യാസ് കത്തിച്ച് പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിരുന്നു. ഈ നേരം മുന്നിൽ നിൽക്കുന്നവനെ അത്ഭുതത്തോടെ നോക്കിക്കാണുകയായിരുന്നു ധാത്രിയും. പലപ്പോഴും പല സ്വഭാവമായി മാറി മാറി വരുന്ന ഒരാൾ. ആദ്യമൊക്കെ ഭ്രാന്തന്റെ അവശേഷിപ്പായിട്ടാണ് അമ്മയോട് പോലും കളിയാക്കി പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പിന്നെ മനസ്സിലായി ഈ ദേഷ്യമൊക്കെ ഉള്ളിലുള്ള സങ്കടം മറക്കാനാണെന്ന്. അതെല്ലാം ആള് തന്നെ ഉണ്ടാക്കിയ മുഖംമൂടികളാണെന്നും അതറിയാൻ പാർത്ഥേട്ടൻ വേണ്ടി വന്നു. പക്ഷെ ആൾക്കുള്ളിലെ സ്നേഹവും കരുതലുമൊക്കെ അറിയാൻ ഇന്നലെ ഒരൊറ്റ ദിവസം തന്നെ ധാരാളമായിരുന്നു. ആ ഒരു അടുപ്പത്തിന്റെ പുറത്താണ് ഇന്ന് ഇത്രയും വയ്യാഴികയിലും അവനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്ന് ചിന്തിച്ച് ഇക്കണ്ടതൊക്കെ ചെയ്തത്. പക്ഷേ ഓർക്കും തോറും ധാത്രിക്ക് വല്ലാത്ത സങ്കടം വന്നു. പിന്നെയും കണ്ണു നിറഞ്ഞ് തുളമ്പാൻ തുടങ്ങിയപ്പോഴാണ് മുന്നിലേക്ക് ഒരു പാത്രം നീണ്ടുവന്നത്. നോക്കുമ്പോൾ വെള്ള കുപ്പിപ്പാത്രത്തിൽ ഒരു കുഞ്ഞു ദോശ, ഒപ്പം കയ്യിൽ തവിയും പിടിച്ച് വംശിയും. വിച്ചേട്ടാ, ഏട്ടൻ കഴിച്ചോ, ഞാൻ ഉണ്ടാക്കിത്തരാം. കുറച്ചു മുന്നേ കേട്ട ഫോൺ വിളിയിൽ അവൻ എന്തോ അർജന്റ് വർക്ക് ചെയ്യാനുണ്ടെന്നുള്ള അറിവിൽ പെണ്ണ് പിടഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങാൻ തുടങ്ങിയതും അതേ വേഗത്തിൽ ഇടുപ്പിൽ പൊക്കിയവൻ പിന്നെയും അവളെ അവിടെ തന്നെ ഇരുത്തി. ഏട്ടാ!
ഇനി ഞാൻ പറയുന്നത് വരെ മര്യാദയ്ക്ക് നീ അവിടെ തന്നെ ഇരുന്നില്ലെങ്കിൽ. ഒരൊറ്റ അലർച്ചയിൽ അവൾ പഴയ വംശിയെ അതുപോലെ കണ്ടു. ഭയത്തോടൊപ്പം അറിയാതെ ഒരു വിറയലും ശരീരമാകെ ബാധിച്ചു. അതുകൊണ്ട് തന്നെ കൂടുതൽ എന്തെങ്കിലും പറയാൻ ശ്രമിക്കാതെ അവൾ അവനെ ഒന്ന് നോക്കി അതുപോലെ തന്നെ ഇരുന്നു. നേരം ഇത്തിരി അങ്ങോട്ട് പോയതും ദോശയുടെ എണ്ണം കൂടിയെങ്കിലും അവൾ അതൊന്നും കഴിക്കാതെ കുനിഞ്ഞു തന്നെ ഇരിക്കുകയായിരുന്നു. നിന്നെ കണ്ടാ പറയില്ലല്ലോ, 6 ദോശയൊക്കെ ഒറ്റയിരിക്കൽ കഴിപ്പിക്കുന്നു. മുന്നിൽ നിൽക്കുന്നവൻ താടിത്തുമ്പുയർത്തി ചോദിച്ചതും ഇത്തിരി മുന്നേ കണ്ട ഗൗരവം മാറി അവിടെ ഇപ്പൊ തന്നെക്കുറിച്ച് മുന്നേ ഇവിടെയൊക്കെ കൊണ്ടിരുത്തിയ ഭാവമാണെന്ന് മനസ്സിലായതും പെണ്ണറിയാതെ തന്നെ അവളുടെ ചുണ്ടുകൾ കൂർത്തു. ഒപ്പം പരിഭവം കൊണ്ട് കവിളുകൾ കുടുക്ക പോലെ വീർക്കുകയും ചെയ്തു. അത് കണ്ടതും വംശിയിൽ അത്രയും നേരമില്ലാതിരുന്നൊരു കൗതുകം പിന്നെയും പിടിമുറുക്കി. അറിയാതെ തന്നെ അവന്റെ ചൂണ്ടുവിരലും തള്ളവിരലും അവളുടെ ആ കൂർത്ത ചുണ്ടുകളൊന്ന് വലിച്ചു വിട്ടു. നോവുന്നു. വേദനയിൽ പെണ്ണ് മുഖം വെട്ടിച്ചെങ്കിലും അവളുടെ കണ്ണുകൾ തിരിച്ചെത്തുന്നതിന് മുന്നേ തന്നെ ഒരു പുഞ്ചിരി വംശിയിൽ വന്നുപോയി. ഇനി നീ ഇങ്ങനെ പിടിച്ചാൽ ഇത് തന്നെയാവും ഞാൻ ചെയ്യുക. അതുകൊണ്ട് കൂടുതൽ വാശി കാണിക്കാതെ അത് കഴിക്കാൻ നോക്കിയേ. അപ്പോഴേക്കും ഞാൻ ഈ ഉണ്ണിവയറിൽ നിറയാൻ വേഗം വേഗം ഉണ്ടാക്കിത്തരാം. അവളെ കളിയാക്കി പറഞ്ഞതും അവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി പെണ്ണ് തനിക്ക് നേരെ ആക്കി. ഞാനേ ഇയാളെ പോലെ ഒരു നേരം 50 ദേശീയൊന്നും കഴിക്കില്ല. പറയുന്നതിനൊപ്പം തന്നെ പാത്രത്തിലെ ദോശ മുറിച്ച് ചട്നിയിൽ മുക്കി അവൾ അവന് നേരെ നീട്ടി. ഒരിക്കലും അവളുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു പെരുമാറ്റം പ്രതീക്ഷിക്കാത്തവൻ പെട്ടെന്ന് അത് കണ്ടതും ഞെട്ടി. പിന്നെ ഒരെതിർപ്പും കൂടാതെ അവൾ കൊടുത്തത് നാവിലേക്ക് വാങ്ങി കഴിച്ചു തുടങ്ങി. മര്യാദയ്ക്ക് അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി. ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് കുറുപ്പേട്ടൻ കൊണ്ടുവരും. അതല്ലാതെ അടുക്കളയിൽ കയറി ഉപ്പും മുളകും കൂട്ടി ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കഴിക്കാൻ നീ ഒറ്റയ്ക്കേ ഉള്ളൂന്ന് ആലോചിച്ചാണ്. അതുകൊണ്ട് ഇന്ന് അടുക്കളയിൽ കയറി തീയുമായി കളിയൊന്നും വേണ്ട. ഓഫീസിലേക്ക് ഇറങ്ങുന്ന വേഷത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയവൻ ഓർമ്മ വന്ന പോലെ തിരിഞ്ഞു വന്നവളോട് അത്രയും പറഞ്ഞതും അവനെ നോക്കി വിഷമത്തോടെ നിന്നിരുന്നവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എന്താടി നോക്കി പേടിപ്പിക്കുന്നത്? അവളുടെ മുഖം മാറി താൻ ആഗ്രഹിച്ച രൂപത്തിൽ പെണ്ണിനെ കണ്ടതും വംശിയുടെ ഇടം ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വന്നു. അതെ, ഇന്ന് ഇത്തിരി ഉപ്പ് കൂടി എന്ന് കരുതിയിട്ട് ഇക്കണ്ട ദിവസം അത്രയും മോൻ നല്ല ഭംഗിയിൽ കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഉണ്ടാക്കി തന്നത് തന്നെയാണ്. ആണോ? ആർക്കറിയാം. തർക്കിക്കാൻ അമ്മയോ നിന്റെ അമ്മമ്മയോ ഇല്ലല്ലോ. അതുകൊണ്ട് വായിൽ തോന്നുന്നൊക്കെ പൊന്നു മോൾക്ക് എന്തും പറയാം. അവളെ പിന്നെയും ചൊടിപ്പിക്കുന്ന പോലെ വംശി ഇടം കണ്ണ് അവളിലേക്കാക്കി പറഞ്ഞതും ഒറ്റ നിമിഷം കൊണ്ട് പെണ്ണ് പഴയ പുലിയായി അവന്റെ കൈത്തൊടയിൽ പിടിച്ചു തിരിച്ചു. ദേ, പാവല്ലേന്ന് കരുതി ഞാൻ തിന്നു തരുമ്പോ ഉണ്ടല്ലോ. ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. അവന്റെ ഇടത് കൈയാലെ പെണ്ണ് അവൾ അറിയാതെ തന്നെ വായുവിലേക്ക് ഉയർന്നിരുന്നു. ഇപ്പൊ നീ പൊങ്ങിയാ നിൽക്കുന്നത്. ഇനി പറയടി. ഒറ്റപ്പുരികം പൊക്കി തന്റെ കണ്ണുകൾക്ക് നേർക്ക് നേരെ കാണുന്ന പോലെ തന്നെ അമ്പരന്ന് നോക്കി നിൽക്കുന്നവളെ നോക്കി അവൻ പുരികം താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്തതും പെണ്ണ് അവന്റെ കയ്യിൽ അമർത്തി പിടിച്ച് ചോദിച്ചതിന് മറുപടി പറയാൻ അറിയാതെ അന്തം വിട്ടു നിന്നു. ഇങ്ങനെ മിഴിച്ചു നോക്കാനല്ല പറഞ്ഞ്. ഇത്തവണ കളിയാക്കലാണ് പുറത്തേക്ക് വന്നത്. അത് കേട്ടതും പെണ്ണ് അവന്റെ കയ്യിൽ 2 തല്ല് തല്ലി നിലത്തേക്ക് ഇറങ്ങാൻ നോക്കി. എവിടെ? അനങ്ങാൻ പോലും പറ്റാത്ത വിധം അവന്റെ കൈകൾ ഇടുപ്പിൽ വട്ടം ചുറ്റി മുറുക്കിയിരിക്കുകയാണ്. വിജട വീടുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതെ, കാണുമ്പോൾ കാണുമ്പോൾ ഈ പെൺകുട്ടികളെ അടക്കി പിടിക്കുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല. എന്തേ, വംശീവർദ്ധന് അറിയില്ലേ? അവനെ വാശി പിടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞത് അവനിൽ ദേഷ്യമുണ്ടാക്കുക തന്നെ ചെയ്തു. അതറിഞ്ഞത് അവളുടെ ഇടുപ്പിൽ കിട്ടിയ നുള്ളിലാണ്. എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? വേദനയും ദേഷ്യവും സഹിക്കാൻ വയ്യാതെ പെണ്ണ് അവനെ പിന്നിലേക്ക് പിടിച്ചു തള്ളി. അപ്രതീക്ഷിതമായതുകൊണ്ട് തന്നെ അവൻ 1-2 ചുവട് പിന്നിലേക്ക് വേച്ചുപോയി. പക്ഷെ അതിലും വേഗത്തിൽ അവൾക്കടുത്തേക്ക് വന്നവൻ അവളെ അതുപോലെ വരിഞ്ഞു മുറുക്കി ശരീരത്തിലേക്ക് ചേർത്തു. ഞാൻ ഇതിനു മുന്നേ എത്ര പെമ്പിള്ളേരെ തൊടുന്നത് നീ കണ്ടിട്ടുണ്ടടി. ഇത് തന്നെയാകുമാ മനസ്സിൽ എന്നോർത്തവൾ അതിന് മറുപടി പറയാതെ മറ്റെങ്ങോ മുഖവും വെട്ടിച്ചിരുന്നു. ചോദിച്ചതിന് മറുപടി താടി പുല്ലേ. ഇത്തവണ അവളുടെ ശരീരത്തിലുള്ള പിടി മുറുക്കുന്നതിനൊപ്പം അവന്റെ മുഖം അവളുടെ കൺപീലികളെ തൊട്ടുമാറ് അടുക്കലേക്ക് വന്നു. എന്നെ വിടുന്നുണ്ടോ രാവണ നിങ്ങള്? അവൾ ആ കയ്യിൽ കിടന്ന് കുതറിക്കൊണ്ട് അലറി. വെറുതെ എന്റെ ഉള്ളിലെ അസുരനെ നീ പുറത്തു കൊണ്ടുവരരുത് ധാത്രി. അവന്റെ നിശ്വാസം കവിളിൽ തട്ടിയതും പെണ്ണ് ഇമകൾ കൂട്ടിയടച്ചു.
അതിപ്പോൾ ഞാനായിട്ട് പുറത്തു കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും വിച്ചേട്ടൻ ഒരു അസുരനാണ്. ഒരു സ്നേഹവും ഇല്ലാത്ത മനുഷ്യൻ. വാശിപ്പുറത്ത് പറഞ്ഞു തുടങ്ങിയ അവളുടെ വാക്കുകൾ അവസാനം എത്തിയപ്പോഴേക്കും പരിഭവത്തിലേക്ക് കൂപ്പുകുത്തിപ്പോയി. പെണ്ണിന്റെ ചൊടിയും ചൂടുമൊക്കെ അത്രയും അടുത്ത് കണ്ടതും നേരം തെറ്റിയെത്തിയ ദേഷ്യം പോലും അവനിൽ അധിക നേരമൊന്നും നിലനിന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ പെണ്ണിന്റെ ശരീരത്തിലെ പിടി വിട്ടുകൊണ്ട് പോകാനായി ഇറങ്ങി. ഇത്രയും ദിവസം നല്ല ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഒരു വാക്കുപോലും മിണ്ടിയില്ല. ഇന്നിപ്പോ അറിയാതെ ഒരു ഇത്തിരി ഉപ്പ് കൂടിപ്പോയി. ഉപ്പല്ലേ, ഇച്ചിരി കൂടിന്ന് വെച്ച് എന്ത് സംഭവിക്കാനാ? അവൻ പിടിച്ചിടം തടവിക്കൊണ്ട് സ്വയം ഓരോന്ന് പറഞ്ഞ് സങ്കടം മാറ്റുന്നവളെ കണ്ടതും എത്ര വേണ്ടെന്ന് വെച്ചിട്ടും വംശി അറിയാതെ തന്നെ ചിരിച്ചുപോയി. ഇന്നലെ മുതൽ വെള്ളത്തിൽ വീണ കോഴിയെപ്പോലാണ് പെണ്ണ്. ഇപ്പൊ ഏതാണ്ടൊക്കെ പഴയ പോലെ ആയെന്ന് തോന്നുന്നു. അല്ലെങ്കിലും അവൾ അങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടിനെ തെറിച്ചു നിൽക്കുന്നതാണ് തനിക്കും ഇഷ്ടം. അല്ലാതെ പയ്യെ പൊമ്മി നിൽക്കുന്നത് കാണുമ്പോൾ മറ്റാരോ ആണെന്ന് തോന്നും മനസ്സിൽ. ആ ഒരു ചിന്തയോടെ തല വിലങ്ങനെയാട്ടി അവൻ ടീപ്പോയിൽ വെച്ചിരുന്ന ഫയൽ കയ്യിലെടുത്ത് വെച്ചിട്ടും അവിടെ തന്നെ ചീത്ത പറയുന്നത് പെണ്ണ് നിർത്തിയിട്ടില്ല. 100 വയസ്സ് കഴിഞ്ഞ കിളവികളെ പോലെ ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നത് കൊള്ളാം. ഒക്കെ ഈ സോഫയിലും സെറ്റിലുമായിട്ട് തീർത്തണം. അതല്ലാതെ ഇത് വിട്ട് അടുക്കളയിൽ കയറിയത് ഞാൻ അറിഞ്ഞാൽ. തന്റെ നേരെ ഉയർന്നു നിൽക്കുന്ന ചൂണ്ടുവിരലിനോട് പോലും പെണ്ണിനപ്പോൾ ദേഷ്യം തോന്നി. എനിക്കിവിടെ ഒറ്റയ്ക്ക് ബോറടിക്കും. അപ്പൊ ഞാൻ എന്താ ചെയ്യുക? ഒരു തരത്തിലും അവൻ അനങ്ങാൻ സമ്മതിക്കുന്നില്ല എന്ന് തോന്നിയതും പെണ്ണ് അടവ് മാറ്റി. നിനക്ക് പഠിക്കാൻ ഒരുപാടില്ലേ? വെറുതെ വായി നോക്കിയിരിക്കാതെ വല്ലതും എടുത്ത് പഠിക്കടി. കേൾക്കാൻ പാടില്ലാതെ എന്തോ കേട്ട പോലെ അവൾ അവനെ നോക്കിയതും കുറച്ചു മുന്നേ അവനെ കാണിക്കാനായി അവൾ എടുത്തു വെച്ച ടെക്സ്റ്റ് ബുക്ക് വംശി കയ്യിലേക്ക് എടുത്തു. മഹാദേവ, പെട്ടല്ലോ! കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഓരോ പേജായി മറിച്ചു നോക്കുന്നവനെ കണ്ട് പെണ്ണ് പ്രാർത്ഥിച്ചു തീർന്നില്ല. അവൻ അവൾക്ക് പഠിക്കാനായി 4-5 ചാപ്റ്റർ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇത്രയും പഠിക്കാനോ? ഇത്രയൊന്നും ഒരു ദിവസം കൊണ്ട് എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ദ ഗ്രേറ്റ് ധാത്രി മാഡത്തിനെ കൊണ്ട് പറ്റാത്തതായി ഈ ഭൂമിക്ക് മുകളിൽ ഒന്നുമില്ല. അതുകൊണ്ട് മര്യാദക്കിരുന്ന് പഠിക്കാൻ നോക്കിക്കോ. അല്ലാതെ ഞാൻ തിരിച്ചു വന്നിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാൻ പഠിച്ചില്ല എന്നെങ്ങാനും നീ എന്നോട് പറഞ്ഞാൽ വിചാരണ എന്നെ തല്ലുവോ? സ്വതസിദ്ധമായ ഭയത്തോടെ അവനെ നോക്കി ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവളിൽ പേടി മാത്രമായിരുന്നു. അങ്ങനെ ആ പേടി ആസ്വദിക്കുന്ന പോലെയായിരുന്നു അവൻ തിരിച്ചു കൊടുത്ത മറുപടി. നീ പറഞ്ഞു നോക്കടി, എന്നിട്ടല്ലേ ബാക്കി. അവളെ നോക്കി വല്ലാത്ത രീതിയിൽ തലകുലുക്കി അവൻ ഇത്തിരി കലിപ്പിട്ടുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഴിയുമെങ്കിൽ രാത്രിയിൽ ഒരു പാട്ട് കൂടി ഇടാം കേട്ടോ. അപ്പോൾ ആർക്കും വിഷമമൊന്നും വേണ്ട, മാക്സിമം ശ്രമിക്കാം. നന്ദി.